ഇന്ന് രാവിലെ തന്നെ നമ്മളുടെ തോട്ടത്തിൽ വന്നിട്ടുണ്ട്. അത് നല്ല മഞ്ഞുണ്ട്, രാവിലെ തന്നെ നല്ല കടുത്ത മഞ്ഞുണ്ട്, തണുപ്പ് കൂടുതലുണ്ട്. അപ്പോൾ ഇന്ന് നോക്കണ കൊത്തമര കുറച്ച് ആയിട്ടുണ്ട്, അത് എടുക്കാമെന്ന് ഉദ്ദേശിക്കണം. കൊത്തമര കുറച്ചുള്ളൂ, എന്നാലും അതെടുക്കാം. അത് മൂത്ത് പോയി കഴിഞ്ഞാലേ ഇത് രസമുണ്ടാവില്ല. വിളഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ നിന്ന് വരെ ഉണ്ടാവുകയെ, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നല്ല പാകമുണ്ട് ഇപ്പം. എല്ലാ ഇലയുടെ കടക്കയും ഇലയുടെ ജോയിൻറ്റിൽ ഉണ്ടാവും, ഓരോന്നാണ് ഉണ്ടാവണത് അതിൽ നിന്ന്. അപ്പോൾ അതാണ് പറിക്കണത്. മുറിക്കല്ല, വലിച്ച് പഠിച്ചിരിക്കുകയാണ് ശരിക്കും. ഇത്ര മൂത്തിട്ടില്ല, എന്നാലും എടുക്കാം. രണ്ടെണ്ണത്തിൽ നിന്ന് കിട്ടിയതാണിട്ടത്. ഇനിയാട് മൂത്തിട്ടില്ല, അപ്പോൾ കുറച്ചുള്ളൂ. എന്നാലും അത് നല്ല പച്ചപ്പുണ്ട്, നല്ല ഇളയത് ഇതാണ്. നമ്മുടെ തക്കാളിയൊക്കെ മഞ്ഞത്ത് നിൽക്കേണ്ട, അങ്ങനെ കോരിത്തരിച്ച് നിൽക്കുകയാണ്. മുളകൊക്കെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇനി ഇത് മൂക്കാനുണ്ട്, കുറച്ചും കൂടി വലുതാവണം. നമ്മുടെ മുന്തിരിയാശാൻ അങ്ങനെ വള്ളി നീട്ടി നീട്ടി വന്നുണ്ട്. അതിനിടയ്ക്ക് കൂമ്പ് നുള്ളി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രാഞ്ചസ് വരാനുണ്ട് വേറെ. ഇത് നിങ്ങൾ പടർത്തി വിടാന്ന് ചെയ്യണം. അതൊക്കെ ഒരു പരീക്ഷണമാണ്. വഴുതന ഉണ്ടായിട്ടുണ്ട്, വയലറ്റാണ്, പൂ കിട്ടുന്നുണ്ട്. പയർ കൊടുത്തേക്കാം. ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും കിട്ടും, കൂടുതലല്ലെങ്കിലേ നമുക്ക് ആവശ്യമുള്ളത് കിട്ടും. ഇപ്പം മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് പയർ മണിയാണ് കിട്ടുള്ളൂ. ഇപ്പം ഇതാവുമ്പോൾ പൊടിച്ച് തന്നെ എടുക്കാം. കുറച്ച് ഇത്രയും പയർ കിട്ടിക്കണ്ട. പുറമെ അധികം നോക്കിയിട്ട് കണ്ടില്ല, പക്ഷേ എടുക്കാൻ നേരത്തുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ളതൊക്കെ എന്തെങ്കിലും ഇവിടെ വന്നാൽ കിട്ടും. നിങ്ങൾ ചെയ്യണതിൻ്റെ ഒരു ഗുണം തന്നെയാണത്. പീച്ചിങ്ങ നമ്മൾ വളരെ കാര്യമായിട്ടൊക്കെ ചെയ്തെങ്കിലേ അതിന് എന്തോ അസുഖം ബാധിച്ചതാണ്. ഇപ്പോൾ നല്ല മുരടിച്ചെടുക്കണത്, അത് മൂത്തുപോയി. അവിടെയും കിടക്കണ്ടല്ലോ, അത് മൂത്ത് എടുക്കാൻ പറ്റാത്ത രീതിയിലായി. എന്തോ ഒരു മുരടിപ്പ് വന്ന്. ഇനിയിപ്പോൾ പീച്ചിങ്ങൊന്നും വലിയ പ്രതീക്ഷയില്ല. കുഴപ്പമില്ല, നമ്മളടുത്ത എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കൊത്തമര വനുണ്ട്, പിന്നെ വഴുതനങ്ങ, മുളക്, ഇതൊക്കെ വനുണ്ടല്ലോ. മുളക് നമുക്ക് വലിയ കാര്യമുള്ളതാണ്, കാരണം മുളക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നേ ഇല്ല ഇപ്പോൾ കുറച്ച് നാളായിട്ട്. മുളക് ഇങ്ങനെ കുറേ അധികം കടകളൊക്കെ ആണെങ്കിൽ നമുക്ക് മുളക് തീരെ വാങ്ങേണ്ടി വരില്ല. തക്കാളി അത്യാവശ്യം കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ തക്കാളി ഇതിനായി വന്നില്ല കേട്ടോ. അപ്പോൾ ഒരെണ്ണം പൂവിട്ടിട്ടുള്ളൂ. മുളകൊക്കെ പൂവിട്ട് കായ് വന്നില്ല. കൊത്തമര നമ്മൾ വെച്ചത് 2-3 കട വെച്ചുള്ളൂ. അത് 2 കടയാണ് ഇപ്പോൾ കിട്ടിയുള്ളൂ.
തക്കാളിയൊക്കെ പ്രതീക്ഷയുണ്ട്, നന്നായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നല്ല മഞ്ഞ് കാലാവസ്ഥയാണ്, നല്ല തണുപ്പാണ് ഇന്നൊക്കെ. എല്ലാ ദിവസങ്ങളിലും രാവിലെ നല്ല തണുപ്പാണ്. ഇത് കൂട്ടറില്ല, അപ്പോൾ കുറച്ചും കൂടി ബ്രാഞ്ചൊക്കെ വന്നു കഴിയുമ്പോൾ കൂടുമ്പോൾ കൂടുതലുണ്ടാവും. നമുക്ക് ഇത്ര കിട്ടുള്ളൂ ഇന്നത്തെ അച്ചിങ്ങാപ്പയറും കുറച്ച് കൊത്തവരയും കിട്ടിയതാണ്. എന്തായാലും ഇതൊക്കെ നമ്മൾ സ്വന്തം ചെയ്തിട്ട് അതിൻ്റെ പ്രവർത്തന ഫലമായിട്ട് കിട്ടിയതാണല്ലോ. അതിൻ്റെ ഒരു സന്തോഷം കൂടി പങ്കുവെക്കുകയാണ് നിങ്ങളായിട്ട്. ഓക്കെ, നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ.